ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളൊന്ന് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 5 മണി സമയത്ത് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു മഴയുടെ മുഖഭാവങ്ങൾ, പിന്നെ നല്ല ഇളം കാറ്റും. കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മദ്രസയ്ക്ക് പോകുന്ന വഴിക്ക് വഴിയോര കാഴ്ചകൾ എന്തെങ്കിലും കാണുമെന്ന് നോക്കാം. മദ്രസയിൽ എക്സാമും നടക്കുകയാണല്ലോ. അപ്പോൾ ഇതാ ഒരു മുട്ടൻ സാധനം കിടക്കുന്നു, നല്ലൊരു ഗ്യാസിൻ്റെ വണ്ടി. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ 3 മാസം കൂടുമ്പോഴേ ഗ്യാസ് കിട്ടുള്ളൂ. പിന്നെ അത് ബുക്ക് ചെയ്യണം, പിന്നെ അത് കാത്തിക്കണം, ഗ്യാസ് കുറ്റികൾ പുറത്ത് കൊണ്ടുവയ്ക്കണം, പൈസയൊക്കെ അല്ലേ. ഇവിടെ അങ്ങനത്തെ വിഷയമേ ഇല്ല. ഏത് സമയത്ത് നമുക്ക് പോയി മേടിക്കാം. നാട്ടിലെ കുറ്റിയേക്കാളും കുറച്ചും കൂടി വലിയൊരു കുറ്റിയാണ്. പിന്നെ കാണാൻ കഴിയുന്നത് കുതിരയ്ക്കും പശുവിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന ചപ്പുണ്ട്. പിന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല പച്ചക്കറികൾ വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഷോപ്പ് പൂട്ടിക്കിടക്കുകയാണ്. ആ ഷോപ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ഒമാനി കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, അതും കാണാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു, പക്ഷെ എടുക്കാൻ പറ്റിയിട്ടില്ല. കുതിരയിൽ പോകുന്ന ഒമാനികൾ കുതിരയിൽ പോകുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റിയിട്ട് എടുത്തു, പക്ഷെ അത് വീഡിയോ ആയില്ല. പിന്നെ നമ്മുടെ മദ്രസ എത്തുന്നതിൻ്റെ മുമ്പേ നമ്മുടെ റാഫി ഖാൻ്റെ മതിലിൻ്റെ അവിടെ നല്ല കടലാസ് പൂ, നാട്ടിലത്തെ ഒരു ഓർമ്മകൾ നല്ല കടലാസ് പൂ ഉണ്ടായിരുന്നു. നമ്മൾ മദ്രസയിലെത്തി. മദ്രസയിൽ പരീക്ഷ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് 2-3 ദിവസമായി പരീക്ഷ നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമെന്ന് കുട്ടികളോട് പ്രത്യേകം പറഞ്ഞു. കുറേ ദൂരം സ്കൂളിലേക്ക് പോകാനുണ്ട്, രാവിലെ നേരത്തെ എണീക്കുന്ന കുട്ടികൾ. അപ്പോൾ എല്ലാ വിഷയത്തിലും 30 മാർക്കിൽ കുറയാതെ മേടിക്കാന്നുണ്ടെങ്കിൽ സമ്മാനം തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ഒമാനി ചോളം പുഴുങ്ങുന്നതും പിന്നെ കേക്ക് വെക്കുന്ന ചെറിയൊരു ഒമാനി കുട്ടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുത്തില്ല, അത് പ്രശ്നമായിട്ട് വിചാരിച്ചിട്ട്. പക്ഷേ നല്ല വിശേഷങ്ങളായി വീണ്ടും കാണാം.